ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്ന് കൂലി മൂവി ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് റിവ്യൂ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ ഇനിഷ്യലി എനിക്ക് ആ പടം കണ്ടിട്ട് ഐ തോട്ട് ഇറ്റ് വാസ് എൻ ആവറേജ് മൂവി. നോർമലി ഞാൻ ആ പടം കണ്ടു. അപ്പോൾ അതിനകത്ത് നോർമലി നമുക്ക് സാധാരണ ഒരു മാസ് മസാല മൂവി കാണുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നൊരു മൂവിയാണ്. ബട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് പോയിട്ട് നമ്മളൊരു മൂവി വിക്രമോ അല്ലെങ്കിൽ ജയിലറോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അടുത്തൊന്ന് സംഭവിക്കുന്ന ഒരു ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന ഒരു മൂവി ആയിട്ട് തോന്നിയില്ല. കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു സ്ലോ ഫേസിൽ പോകുന്ന, പിന്നെ കുറേയൊക്കെ സ്റ്റോറീസൊക്കെ നമ്മൾ വന്നിരുന്ന ഒരു മാസ് മസാല മൂവീസ് ഒക്കെ പോലെ തോന്നി നോർമലി. പിന്നെ ഞാനീ പറയുന്നതൊക്കെ എൻ്റെ ഒപ്പീനിയൻ ആണ്, വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് ദ മൂവി. നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ യു ക്യാൻ ക്രിയേറ്റ്. ബട്ട് നോർമലി സാധാരണ ഒരാൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇൻഡിവിജ്വലി ആക്ടേഴ്സിന്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ സൗബിന് നല്ലൊരു കരിയർ ഷിഫ്റ്റ് കിട്ടുന്നൊരു മൂവിയാണ്. സൗബിൻസ് ആക്ടിങ് വാസ് സൂപ്പർ, ഡാൻസ് വാസ് സൂപ്പർ. ഇതൊക്കെ അടിപൊളിയാണ്. സൗബിൻ അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിച്ചൊരു പടം എന്ന് പറയാം. ദെൻ കമ്മിങ് ടു പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് ശ്രുതി ഹസനാണ് നായികയായിട്ടുള്ളത്. നോർമലി വലിയ കുഴപ്പമില്ലാതെ പോകും. ദെൻ രജനീകാന്ത്, ഓഫ് കോഴ്സ് രജനീകാന്തിന്റെ പഴയ മൂവീസിനൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു നോർമൽ ഫേസിൽ പോകുന്നൊരു പടമാണ്. ബട്ട് പഴയ പടത്തിനൊരു കണക്ഷനും രജനീകാന്ത് ഫാൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സൂപ്പർബാണ്, കുഴപ്പമില്ല, അഭിനയമൊക്കെ കുഴപ്പമില്ല. ബട്ട് സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ച് എന്താ പറയുക, പ്രിഡിക്റ്റബിൾ ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നില്ല. ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബോവ് ആവറേജ് മൂവി ആയിട്ടൊക്കെ നമുക്ക് പറയാം. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് പടം അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാഗാർജുന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഈ പടത്തിൽ. നാഗാർജുനയുടെ അഭിനയം, പിന്നെ ലുക്സ് വാസ് നാഗാർജുന കാണാൻ അടിപൊളിയാണ് ഈ മൂവിക്കകത്ത്. ഐ പേഴ്സണലി ലവ് ദ ലുക്സ് ഓഫ് നാഗാർജുന. നല്ല അഭിനയം, അത്യാവശ്യം സ്ക്രീൻ പ്രസൻസും ഒക്കെ ഉണ്ട്. കന്നഡ ഡയറക്ടറും നടനും ഒക്കെ ഉപേന്ദ്ര, പുള്ളിക്കും നല്ലൊരു റോളാണ്, കുഴപ്പമില്ലാത്തൊരു റോളാണ്. ബട്ട് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം സ്ക്രീൻ സ്പേസും ഒക്കെ ഉണ്ട്. ബട്ട് ഓവറോൾ കുഴപ്പമില്ല. പിന്നെ അമീർ ഖാൻ, അതിനകത്ത് ഏറ്റവും ലുക്കും ബോഡിയും ഒക്കെ ഉള്ള ഒരു നടൻ എന്ന് പറഞ്ഞാൽ അമീർ ഖാനാണ്. ബട്ട് ദേ വേസ്റ്റഡ് ഹിം. അമീർ ഖാൻ എന്തുകൊണ്ട് ഈ റോൾ എടുത്തു നമുക്ക് തോന്നിപ്പോകും. എല്ലാത്തിനും അച്ഛൻ്റെ പെർമിഷനൊക്കെ ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചൈൽഡിഷ് ആയ ഒരു ഇതായിട്ടാണ് അമീർ ഖാനെ ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. ആൻഡ് അമീർ ഖാൻ ഇത് അഭിനയിക്കേണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ആവറേജ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ ഒരുപാട് വയലൻസ് ഒന്നും ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ജയിലറിലോ ഒക്കെ കണ്ടപ്പോൾ അത്രയും വയലൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് വയലൻസ്, ബ്ലഡ് ഷെഡ് ഉണ്ടെന്നോർത്ത് പോകണ്ട. അങ്ങനത്തെ സീൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കുന്നില്ല ഡയറക്റ്റായിട്ട്. ജയിലറിലുള്ള അത്രയും ബ്ലഡ് ഷെഡോ കാര്യങ്ങളോ ഇതിനകത്തില്ല. സോ ദിസ് ഇസ് വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് അബൌട്ട് ദ മൂവി. I just thought to share with you. Thank you.